ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതവും സംതൃപ്തവും സന്തോഷകരവും വിജയകരവുമായി തീരണമെങ്കിൽ നാം ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരാകണം, നിയന്ത്രിക്കപ്പെടുന്നവരാകണം. റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യം, ദൈവാത്മാവ് നടത്തുന്ന ഏവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ദോസ് ഹു ആർ ബീങ് ലെഡ് ബൈ ദ സ്പിരിറ്റ് ദേ ആർ ദ ചിൽഡ്രൻ ഓഫ് ഗോഡ്. എൻ്റെ കയ്യിലിരിക്കുന്ന ഒരു ട്രാൻസ്ലേഷനിലാണ് ഇത് ഞാൻ ഈ ഒരു ഭാഗം കണ്ടത്. ചില ട്രാൻസ്ലേഷനുകളിൽ ചെറിയ വ്യത്യാസമുണ്ട്, പക്ഷേ അർത്ഥം ഒന്ന് തന്നെയാണ്. ഞാൻ ഈ പറഞ്ഞ ദോസ് ഹു ആർ ബീങ് ലെഡ്, ഈ പദം നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഗ്രാമറിലേക്ക് വരുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസാണ്. ഒത്തിരി ഇംഗ്ലീഷ് ടീച്ചേഴ്സും നന്നായി എല്ലാ കാര്യങ്ങളും അറിയാവുന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഞാൻ ആരെയും പഠിപ്പിക്കുകയല്ല, പക്ഷെ ഒരു മനസ്സിലാക്കലാണ്. കാരണം ഈ ഒരു കാര്യത്തെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ചില സമയങ്ങളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാള ഭാഷയേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇംഗ്ലീഷ് ഭാഷയാണെന്ന് തോന്നുന്നുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു ചില ഗ്രാമർ ഭാഗങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ 4 തരത്തിലാണല്ലോ ഈ പ്രസൻറ്റൻസിന് തന്നെ. സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. അതിനകത്ത് പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് റോമാലേഖനം 8-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് ഇത് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ അവിടെ പറയുകയാണ് ദൈവാത്മാവ് നടത്തുന്ന ഏവരും. അതായത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നടത്തപ്പെടുന്ന അനുഭവം. 2 കൊല്ലം മുമ്പ് നടത്തി എന്നുള്ളതല്ല, 10 കൊല്ലം മുമ്പ് വിശ്വാസത്തിൽ ഇറങ്ങിയപ്പോൾ ഞാൻ നടന്നതാണ് എന്നുള്ളതല്ല. നടത്തപ്പെടുന്നവർ, അതായത് ജീവിതത്തിൻ്റെ ഓരോ സമയവും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട് നിയന്ത്രിക്കപ്പെട്ട് പോകുന്നവർ, അവരാണ് ദൈവത്തിൻ്റെ മക്കൾ. ഇത് വളരെ ഗഹനമായൊരു വിഷയമാണ്. ഗഹനമായ വിഷയം എന്ന് പറയുമ്പം നമ്മൾ ഈ ബുദ്ധി കൊണ്ട് ഈ കൂടുതൽ അറിയേണ്ട ഒരു കാര്യമെന്നുള്ള ഒരർത്ഥമല്ല. നമ്മളിതൊന്ന് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ച് മുൻപോട്ട് പോകേണ്ടുന്നത് ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് നടത്തുന്നവരിൽ ഉണ്ടാകേണ്ടുന്ന 4 കാര്യങ്ങൾ റോമാലേഖനം 8-ാം അധ്യായത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ പാപത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പാപത്തെ എങ്ങനെ ജയിക്കണം, വിശുദ്ധീകരണത്തിലേക്ക് എങ്ങനെ വരണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നവർക്ക് അല്ലെങ്കിൽ മരിപ്പിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തിൻ്റെ മക്കളായി വിജയകരമായി മുമ്പോട്ട് പോകാനായിട്ട് കഴിയത്തുള്ളൂ. ഇത് വലിയ കോംപ്ലിക്കേറ്റഡായ കാര്യങ്ങളൊന്നും അല്ല. ഇത് വളരെ ലളിതമായ കാര്യമാണ്. അറിവോ ബുദ്ധിയോ ജ്ഞാനത്തിൻ്റെ ഒന്നും ആവശ്യം അതിൻ്റെ അകത്തില്ല. നമ്മളൊന്ന് മനസ്സിലാക്കി നമ്മളൊന്ന് സമർപ്പിക്കാൻ തയ്യാറായി നമ്മുടെ ക്രിസ്തീയ ജീവിതം ജയകരമായിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. വേഗത്തിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമുക്ക് വരാം. റോമാലേഖനം 8-ാം അധ്യായം മുഴുവനും എഴുതപ്പെട്ടിരിക്കുന്ന ആ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് 1-ാം അധ്യായത്തിൽ തുടങ്ങിയുള്ള പാപസംബന്ധമായ കാര്യങ്ങൾ പറഞ്ഞു വരുന്നതിനോടനുബന്ധിച്ചാണ്. ഞാനന്ന് പറഞ്ഞിരുന്നു, 5-ാം അധ്യായത്തിൻ്റെ 11 വരെ നീതീകരണവും 5-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 8-ാം അധ്യായം വരെ വിശുദ്ധീകരണവുമാണ്. അതായത് 7-ാമത്തെ അധ്യായത്തിൽ ഒരിക്കലും ജയിച്ച് കരകയറാൻ കഴിയാത്ത ആള് ജയിച്ച് മുമ്പോട്ട് പോകുന്നത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുമ്പോഴാണ്, നയിക്കപ്പെടുമ്പോഴാണ് എന്നുള്ളതാണ്. ആ കാര്യങ്ങളിലേക്ക് വളരെ വേഗത്തിൽ നമുക്ക് പോകാം. കർത്താവ് നമ്മളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു നിയന്ത്രണത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ഉദാഹരണം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ അകത്തും നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി എടുക്കുന്നത് നല്ലതാണ്. ഈ അടയാളങ്ങൾ പറയുന്നതിന് മുമ്പ് നമ്മളൊക്കെ ചെറുപ്പകാലങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പോഴും പട്ടം പറത്തുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്.
എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് പട്ടം ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ എൻ്റെ വീട്ടുമുറ്റത്ത് പട്ടം ഉണ്ടാക്കി പറത്തുമ്പോൾ ഒരു വിധത്തിലും പട്ടം പറക്കത്തില്ല. അപ്പോൾ എൻ്റെ അപ്പച്ചൻ എന്നോട് പറയായിരുന്നു, മോനെ അടുത്തൊരു വയലുണ്ട്, നീ അവിടെ പോയി പറത്താൻ പറയും. അങ്ങനെ ഞാൻ വയലിൽ പോകും, വയലിൽ പോയി പറത്താനായിട്ട് ശ്രമിക്കും. അപ്പോൾ വയലിൽ കുറച്ച് കാറ്റുണ്ട്, പട്ടം കുറച്ച് ഉയരും. പക്ഷെ നമ്മൾ നിൽക്കുമ്പോൾ പട്ടവും നിൽക്കും. അതായത് ഞാൻ ഓടും, നല്ല സ്പീഡിൽ ഓടുമ്പം എൻ്റെ പിന്നാലെ ഈ പട്ടം വരും. പക്ഷെ ഞാൻ നിൽക്കുമ്പം ഈ പട്ടം താഴെ പോകും. അതായത് പട്ടം ഉച്ചയും കുത്തി താഴെ വീഴുകയാണ്, മൂക്ക് കുത്തി താഴെ വീഴുകയാണ്. മലയാള ഭാഷ പറഞ്ഞ മൂക്ക് കുത്തി പട്ടം താഴെ വീഴുകയാണ്. അങ്ങനെ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെ ആയി. പിന്നെ ആ കാലങ്ങളൊക്കെ പോയി. പക്ഷെ പിന്നീട് കുറച്ചുകൂടെ വിവരമൊക്കെ ആയി കടൽ തീരത്തൊക്കെ പോയി പട്ടം പറത്തിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക. പട്ടത്തെ നമ്മൾ എത്ര കൃത്യമായും പാകപ്പിഴകളില്ലാതെ പണിതെടുത്താലും രൂപപ്പെടുത്തിയെടുത്താലും കാറ്റില്ലാതെ പട്ടത്തെ പറത്താൻ നമുക്ക് പറ്റില്ല. കാറ്റുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോയാൽ ഈ പറയുന്ന ഒരു പ്രശ്നവുമില്ല, നമ്മൾ ഓടുകയും ചെയ്യേണ്ട, ഒന്നും ചെയ്യേണ്ട. ഒരു സ്ഥലത്തിരുന്ന് നിഷ്പ്രയാസം നമ്മുടെ കൈവിരലുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ പട്ടത്തെ ആകാശത്തിൻ്റെ ഉയരങ്ങളിലേക്ക് പറത്താനായിട്ട് പറ്റും. യഥാർത്ഥമായി ആത്മീക ജീവിതം പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട ഒരാളുടെ ആത്മീക ജീവിതം ഇങ്ങനെ തന്നെയാണ്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമ്മൾ എത്ര കൃത്യമായി നമ്മുടെ ആത്മീക ജീവിതം രൂപപ്പെടുത്താൻ ശ്രമിച്ചാലും ഞാൻ ഈ പറഞ്ഞതുപോലെ മൂക്ക് കുത്തി താഴെ പോത്തേ ഉള്ളൂ. അതായത് നമ്മൾക്ക് ആ ഒരു തിരിച്ചറിവാണ് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ആത്മാവിൻ്റെ 4 അടയാളങ്ങളാണല്ലോ ഞാൻ പറയുന്നത്. ആ പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാതിരിക്കാനായിട്ട് പറ്റില്ല. ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഒന്നാമത്തേത്, പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുമ്പോൾ നമ്മിലുണ്ടാകുന്ന ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് പാപത്തെ നമുക്ക് ഈസിയായി തരണം ചെയ്യാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. കാരണം റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1 മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ ജീവൻ്റെ ആത്മാവിൻ്റെ പ്രമാണം പാപത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന്, ന്യായപ്രമാണത്തിൽ നിന്ന് എനിക്ക് മോചനം തന്നിരിക്കുന്നുവെന്നാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. അപ്പം ഈ പാപത്തെ ജയിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപത്തെ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്നത്, ആളുകൾ വിചാരിക്കുന്നത് ഒരു വലിയ മല കീഴടക്കുന്നത് പോലെയാണ്. സ്വന്തം ശക്തിയാലോ സ്വന്തം പ്രയത്നത്താലോ നമുക്കൊരിക്കലും പാപത്തെ കീഴടക്കാനായിട്ട് പറ്റത്തില്ല. പാപത്തെ കീഴടക്കണമെങ്കിൽ ദിവസം തോറും പരിശുദ്ധാത്മാവിന് നമ്മൾ കീഴ്പ്പെടണം, നമ്മൾ വിധേയപ്പെടണം എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ആത്മാവ് നയിക്കുന്നവർ, ആത്മാവിനാൽ നടത്തപ്പെടുന്നവർ. മറ്റൊരു ഭാഗത്ത് എഴുതിയിരിക്കുന്നത് എന്താ? ആത്മാവിനാൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ മരിപ്പിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരാകത്തില്ല. അപ്പം ആത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കേണ്ടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ ഒരു വ്യക്തിക്കും ഒരിക്കലും ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അഥവാ ശ്രമിച്ചാൽ തന്നെ 2-3 ദിവസം സ്വയം പരിശ്രമത്തിൽ നിൽക്കും, അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കൂപ്പുകുത്തി താഴോട്ട് പോകും. അപ്പം ശരിക്കും പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെടുക, കീഴ്പ്പെടുക. വിശുദ്ധിയുടെ ആത്മാവാണല്ലോ പരിശുദ്ധാത്മാവ്. ഈ ആത്മാവിന് നമ്മൾ കീഴ്പ്പെട്ട് പൂർണ്ണമായും വിധേയപ്പെട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പാപത്തെ നമുക്ക് ജയിക്കാനായിട്ട് പറ്റും. ക്രിസ്തീയ ജീവിതം ജയകരമായി തീരും. ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യങ്ങളിലും പാപത്തെക്കുറിച്ചൊക്കെയുള്ള ധാരാളം മെസ്സേജുകൾ ഞാൻ ഇട്ടിട്ടുണ്ട്. ആത്മനിറവിൻ ജീവിതത്തെക്കുറിച്ചും എനിക്കുണ്ടായ ചില അനുഭവങ്ങളെക്കുറിച്ചും ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആവർത്തന വിരസത ഒഴിവാക്കാനായിട്ട് ഞാൻ ആ ഭാഗങ്ങൾ ഒഴിവാക്കുകയാണ്. എങ്കിലും പുതുതായിട്ട് ഒരുപാട് ആൾക്കാർ വീഡിയോ ഓരോ ദിവസവും കാണാനായിട്ട് വരുന്നു എന്നറിയുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ വളരാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. 2001 ഞാൻ പരിശുദ്ധാത്മ ശക്തി പ്രാപിക്കുന്നത്. അന്ന് ഞാൻ വിശ്വാസത്തിലേക്ക് പോലും, അഥവാ ഞാൻ സ്നാനപ്പെട്ട് വിശ്വാസത്തിലേക്ക് പോലും ഞാൻ വന്നിട്ടില്ലാത്ത ഒരു കാലഘട്ടത്തിൽ കൊർനെല്യോസിനെ പറ്റിയതുപോലെ ഒന്നും അറിയാത്ത സമയത്ത് ദൈവം തൻ്റെ ആത്മാവിനെ നിറച്ചു. പിന്നീട് ഒരു നല്ല ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു, നന്നായി ശുശ്രൂഷകൾ ചെയ്ത് മുമ്പോട്ട് പോകുമ്പോൾ പിന്നീടുള്ള വർഷങ്ങളിലാണ് എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു വലിയ ശൂന്യത എനിക്കുണ്ടാകുകയും ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ, ദൈവമുണ്ടോ, ദൈവം എന്താ സംസാരിക്കാത്തതെന്നുള്ള ഒരു വല്ലാത്ത നിരാശയിലേക്ക് പോവുകയും ആ സമയത്താണ്
നീ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടു പോകണം എന്നുള്ള ഒരു ദൈവശബ്ദം കേട്ട് ആത്മനിറവിൻ ജീവിതം അല്ലെങ്കിൽ ഹോളി സ്പിരിറ്റ് കൺട്രോൾഡ് ലൈഫ്, അതിൻ്റെ പ്രാധാന്യത ഞാൻ മനസ്സിലാക്കിയത്. അതിനുശേഷം അന്നു മുതൽ ഇന്നോളം ഓരോ സമയവും ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുവാൻ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാറുണ്ട്. അതിനുശേഷം എൻ്റെ ജീവിതത്തിലും എൻ്റെ ശുശ്രൂഷകളിലും ഭയങ്കരമായ മാറ്റങ്ങളുണ്ടായി. ആളുകൾ പാപബോധത്തിലേക്ക് വരാൻ തുടങ്ങി, രൂപാന്തരത്തിലേക്ക് വരാൻ തുടങ്ങി. ഇന്ന് നിങ്ങൾ ഈ കാണുന്ന ദൈവവചന ശുശ്രൂഷകൾ ചെയ്യുന്ന ഈ ദൈവവചനത്തിൻ്റെ ആത്മീക വെളിപ്പാടുകളെല്ലാം അതിനുശേഷം ദൈവാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ചു തന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊന്നും നമ്മുടെ കഴിവോ നമ്മുടെ മിടുക്കോ ഒന്നുമല്ല, നമ്മുടെ സമർപ്പണം പൂർണ്ണമായി തീരുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തേത് പാപത്തെ ജയിക്കാനായിട്ട് കഴിയുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, പാപത്തെക്കുറിച്ച് പറയുന്നത് വാഴുന്ന പാപങ്ങൾ, വസിക്കുന്ന പാപങ്ങൾ, രണ്ട് തരത്തിലുള്ള പാപങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ഈ വസിക്കുന്ന പാപം, അതായത് രക്ഷിക്കപ്പെട്ട വ്യക്തികളിൽ പോലും പാപത്തിലേക്ക് നയിക്കുന്ന ഒരു ആന്തരിക പ്രേരണയുണ്ട്. ഈ ആന്തരിക പ്രേരണയെയാണ് വസിക്കുന്ന പാപമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ഈ വസിക്കുന്ന പാപത്തെ ജയിക്കണമെങ്കിൽ വസിക്കുന്ന ആത്മാവിനാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. മനസ്സിലായോ? വസിക്കുന്ന പാപത്തെ ജയിക്കണമെങ്കിൽ വസിക്കുന്ന ആത്മാവിനാൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. അപ്പം അതുകൊണ്ടാണ് റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 2-3 ഭാഗങ്ങളിൽ, അതായത് 8-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലുമൊക്കെ നമ്മൾ കാണുന്നത്, 9-ാമത്തെ വാക്യത്തിലും 11-ാമത്തെ വാക്യത്തിലുമൊക്കെ നമ്മൾ കാണുന്നത്, ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജഡസ്വഭാവമുള്ളവരല്ല, വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർപ്പിക്കും. അപ്പോൾ പുനരുത്ഥാനത്തിൻ്റെ ഉറപ്പും ദൈവിക സ്വഭാവങ്ങളുടെ ഒരു അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്തുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അധിവാസം നമ്മളിൽ ഉണ്ടാകണം. ഇങ്ങനെ പോകുന്നവരാണ് ആത്മാവ് നിയന്ത്രിച്ച് നടത്തുന്നവർ. ഇതാണ് ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ആത്മാവ് നടത്തുന്നതിൻ്റെ ഒന്നാമത്തെ അടയാളം. രണ്ടാമത്തെ ആത്മാവ് നടത്തുന്നതിൻ്റെ അടയാളം ശ്രദ്ധിച്ച് കേൾക്കണം. ഇത് വളരെ ഗൗരവമായൊരു വിഷയമാണ്, അതീവ ഗൗരവമായൊരു വിഷയമാണ്. ഞാൻ ഇന്ന് അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ മാത്രം പറഞ്ഞു പോകുന്നുള്ളൂ. കാരണം ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയാൽ ഒരുപാട് സമയം പോകും. ആത്മാവ് നടത്തുന്നതിൻ്റെ രണ്ടാമത്തെ അടയാളം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ മൈൻഡ് സെറ്റ് മാറുകയാണ്. മൈൻഡ് സെറ്റ് മാറുന്നു. എന്താ കാര്യം? എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത്? ആത്മാവിൻ്റെ ചിന്ത ജീവനും സമാധാനവും. നിങ്ങൾ ഈ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ, അതായത് ഈ 5 മുതൽ താഴോട്ടുള്ള ഭാഗങ്ങൾ വായിച്ചു നോക്കിയാൽ പല പ്രാവശ്യം ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിൻ്റെ ചിന്ത എന്ന് കാണാനായിട്ട് പറ്റും. മലയാളം ബൈബിളിൽ ആത്മാവിൻ്റെ ചിന്ത എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് ബൈബിളിൽ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് എന്നാണ്. മൈൻഡ് സെറ്റ്, അതായത് പരിശുദ്ധാത്മാവ് നമ്മുടെ മൈൻഡ് സെറ്റിനെ മാറ്റും. The mindset on the spirit is life and peace. നമ്മൾ ഈ പുറമേയുള്ള കാര്യങ്ങളിലെ പ്രശ്നത്തെ തീർക്കാനാണ് ശ്രമിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, നമുക്ക് ദൈവത്തോടു കൂടെ നടക്കാൻ പറ്റുന്നില്ല, അകത്ത് സന്തോഷം അനുഭവിക്കാൻ പറ്റുന്നില്ല, ദൈവവൈതലാണെന്നുള്ള ഉറപ്പ് കിട്ടുന്നില്ല. അന്നേരം നമ്മൾ ഈ പിശാചിനെ അങ്ങ് ശാസിക്കുകയാണ്. പിശാചേ, ഞാൻ ദൈവവൈതലാണ്. ഈ അകത്തൊന്നാണ് നീ ഉറപ്പ് കിട്ടാത്തത്. 2, നമുക്ക് പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ല, ദൈവശബ്ദം കേൾക്കാൻ പറ്റുന്നില്ല. കാരണം നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ചിന്താമണ്ഡലം ദൈവത്തിൻ്റെ ആത്മാവിന് വിധേയപ്പെടുന്നില്ല. ഇതാണ് ഇതിൻ്റെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഇതൊരു നിസ്സാര വിഷയമായി നമ്മൾ ഒരിക്കലും എടുക്കരുത്. നമ്മൾ ചിലപ്പം ഈ രക്ഷിക്കപ്പെട്ട ആളുകൾ പോലും ഈ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തൊരു മൈൻഡാണ് അവൻ്റെ മൈൻഡ്. ദൈവകൃപയിൽ നിൽക്കുന്നവർ പോലും പലരും, എനിക്ക് ഒത്തിരി പേരെ അറിയാം, ഒത്തിരി പേര് പ്രാർത്ഥിക്കാനായിട്ട് ഇങ്ങനെ വിളിക്കാറുള്ളത് കൊണ്ട് എല്ലാ കാര്യവും എനിക്കിത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് എനിക്ക് തുറന്നു പറയാനായിട്ട് പറ്റില്ല. ഒരു കാലഘട്ടങ്ങളിൽ ദൈവത്തിന് വേണ്ടി ആത്മനിറവിൽ ആരാധിച്ച പലരും ദൈവഹിതമല്ലാത്ത വഴികളിൽ യാത്ര ചെയ്ത് പാപത്തിലേക്ക് പോയി. അവർ നിമിത്തമായി ഒരുപാട് തലമുറകൾ, അവർ നിമിത്തമായി മാതാപിതാക്കൾ കണ്ണുനീരിൽ, ദൈവസഭകൾ കണ്ണുനീരിൽ, ദൈവദാസന്മാർ കണ്ണുനീരിൽ കിടക്കുമ്പോൾ എന്താ സംഭവിച്ചതെന്നറിയാമോ?
അവരുടെ മൈൻഡ് സെറ്റ് ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നില്ല. ദ മൈൻഡ് സെറ്റ് ഓൺ ദ സ്പിരിറ്റ് ഈസ് പീസ് ആൻഡ് ലൈഫ്. മനസ്സിൻ്റെ അകത്ത് സമാധാനമുണ്ടാകണം. നമ്മുടെ ഇഷ്ടങ്ങൾ ദൈവാത്മാവിൻ്റെ ഇഷ്ടങ്ങളായി മാറണം. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവർ ആര്? നിങ്ങളോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ ജീവിതത്തിൻ്റെ യഥാർത്ഥമായ വിജയമെന്ന് പറയുന്നത് നമ്മുടെ മൈൻഡ് സെറ്റ് മാറണം. ആത്മാവിൻ്റെ ചിന്ത നമ്മുടെ അകത്തുണ്ടാകണം. ഈ ആത്മാവിൻ്റെ ചിന്ത അകത്തുണ്ടാകുക എന്ന് പറഞ്ഞ് സ്വയപരിശ്രമത്തിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. ഞാൻ എൻ്റെ ജീവിതാനുഭവത്തിൽ മനസ്സിലാക്കിയ ഒരു കാര്യം, നമ്മുടെ ചിന്താമണ്ഡലങ്ങളെ നമ്മൾ അഹങ്കാരവും നികളവും ഒന്നും ഇല്ലാതെ സമ്പൂർണ്ണമായും ദൈവസന്നിധിയിൽ സമർപ്പിച്ച്, കർത്താവേ എൻ്റെ മനസ്സിനെ ഞാൻ തരുന്നു. നമ്മളുടെ കുറേ മുൻവിധികളുണ്ട്, അത് സമ്മതിച്ചാലേ പറ്റത്തുള്ളൂ. എനിക്കടക്കമുള്ളവർക്കുള്ളതാണ്. നമ്മുടെ കുറേ മുൻവിധികളുണ്ട്, നമ്മുടെ കുറേ ധാരണകളുണ്ട്, നമ്മുടെ കുറേ ഇഷ്ടങ്ങളുണ്ട്, ദൈവത്തിന് കീഴടങ്ങാത്ത കുറച്ച് മേഖലകളുണ്ട്. നമ്മൾ പരിപൂർണമായും വിധേയത്വത്തിലേക്ക് വന്ന് സമ്പൂർണമായും ദൈവസന്നിധി സമർപ്പിച്ച് പരിശുദ്ധാത്മാവിന് ഒരു ആന്തരിക രൂപാന്തരം വരുത്തുവാൻ തക്കവണ്ണം നമ്മൾ തുറന്നു കൊടുത്തെങ്കിൽ മാത്രമേ നമ്മുടെ മൈൻഡ് സെറ്റ് ദൈവത്തിൻ്റെ ആത്മാവ് നിയന്ത്രിക്കത്തുള്ളൂ. ശരിക്കും ഇന്നത്തെ ഒരുപാട് ആത്മീക പ്രശ്നങ്ങളുടെ പിന്നിലുള്ള കാരണം ഈ അകത്തെ പ്രശ്നമാണ്, ഈ പുറത്തെ പ്രശ്നങ്ങളല്ല. നമ്മൾ ഈ പുറമാണ് ഈ പ്രശ്നങ്ങൾ തീർക്കാൻ നോക്കുന്നത്. പക്ഷെ കുഴപ്പം അകത്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ആത്മാവിൻ്റെ ചിന്ത, ആത്മാവിനുള്ളത് ചിന്തിക്കുന്നു എന്നുള്ള പദങ്ങൾ അടുപ്പിച്ചു വരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ യഥാർത്ഥമായ നിയന്ത്രണത്തിലാണെങ്കിൽ ആ വ്യക്തിയുടെ ചിന്താമണ്ഡലങ്ങൾ ദൈവാത്മാവ് നിയന്ത്രിക്കാൻ തുടങ്ങും. ദൈവഹിതത്തിലേക്ക് ആ വ്യക്തിയുടെ ചിന്തകൾ മാറാനായിട്ട് തുടങ്ങും. രണ്ടാമത്തേത് ചിന്താമണ്ഡലം. ഞാൻ പിന്നീട് ഇതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ തന്നെ പറ്റുമെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. താല്പര്യമുള്ളവർ കേൾക്കുക. മൂന്നാമത്തേത്, അതും വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. 16-ാമത്തെ വാക്യം ദൈവമക്കളാണെന്ന് ഉറപ്പ് തരുന്നു. ഈ ആത്മാവ് നടത്തുന്നവർക്ക് ആത്മാവ് ഒരു ഉറപ്പ് തരും. എങ്ങനെ ഉറപ്പ് തരും? ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ആത്മാവോടുകൂടെ പറയും നീ ഒരു ദൈവപൈതലാണ്. ഞാൻ പറഞ്ഞില്ലേ, ഈ ആത്മനിറവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പേ എൻ്റെ ഏറ്റവും വലിയ സംശയങ്ങളിലൊന്ന്, ഞാൻ വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടതാണോ? ദൈവം എന്നെ അറിയുന്നുണ്ടോ? ഞാൻ സ്വർഗത്തിൽ പോകുമോ? ഞാനൊരു ദൈവപൈതലാണോ? നിരന്തരമായി ഇങ്ങനൊരു സംഘർഷം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് മാറിയത് പൂർണ്ണമായും ദൈവാത്മാവ് എന്നെ ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോഴാണ്. ഇപ്പം യാതൊരു തരത്തിലുള്ള സംശയവും എനിക്കില്ല. ഞാനൊരു ദൈവപൈതലാണെന്ന 100% അഷുറൻസ് ഹൃദയത്തിൻ്റെ അകത്ത് എനിക്ക് കിട്ടി. അതായത് ഞാൻ ഉണ്ടാക്കിയെടുത്തതല്ല, ദൈവാത്മാവ് എനിക്ക് തന്നതാണത്. ഈ ഒരു അഷുറൻസ് നമുക്കുണ്ടാകണം, ഇല്ലേ? ആത്മാവ് ചിന്തകളെ നിയന്ത്രിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ആത്മാവിനോട് ഉറപ്പ് പറയുകയാണ്, നീ ഒരു ദൈവപൈതലാണ്, നീ ഒരു ദൈവപൈതലാണ്. അപ്പം ആത്മാവ് നടത്തുന്നതിന് മൂന്നാമത്തെ അടയാളം ഈ ഉറപ്പുണ്ട്. നീ ഒരു ദൈവപൈതലാണ്, നീ ഒരു ദൈവപൈതലാണ്. ഈ ഉറപ്പുള്ളവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. നാലാമത്തേത്, പ്രാർത്ഥനയിൽ ആത്മാവിൻ്റെ സഹായം ലഭിക്കുകയും ദൈവഹിതത്തിലൂടെ നടത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നാലാമത്തെ അടയാളം. അതായത് ആത്മാവ് നമ്മുടെ ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു, വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന് അറിയുന്നില്ല. നമ്മുടെ ഈ ഒരു ആത്മീക ജീവിതത്തിൻ്റെ അകത്തുണ്ടാകുന്നതിൻ്റെ ഒന്നൊരു ചൈതന്യവും പുഷ്ടിയുണ്ട്. എന്നെ വിളിക്കുന്ന ഒത്തിരി പേര് എന്നോട് പറയാറുണ്ട്, പണ്ടത്തെ പോലെ എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, പണ്ടത്തെ പോലെ എനിക്ക് ആത്മീയ സന്തോഷം കിട്ടുന്നില്ല, ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഞാൻ അവരോടൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ടാണോ പോകുന്നത്? അപ്പം ദൈവത്തിൻ്റെ ആത്മാവിനാൽ ഒരു വ്യക്തി നിയന്ത്രിക്കപ്പെട്ടു പോകുന്നുവെങ്കിൽ അവൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെ ദൈവാത്മാവ് ശക്തീകരിച്ചു കൊണ്ടിരിക്കും. വീണ്ടും വണ്ണം പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയില്ല. ഞാൻ ഇതിനു മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കൂട്ടായ്മയുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രാർത്ഥനയിൽ ഒരുപാട് ആളുകൾ, 100-ലധികം ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ട് ചിലപ്പോൾ വരും. അപ്പോൾ നമ്മളിങ്ങനെ 1, 2, 3, 4 എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ചില സമയത്ത് നമ്മുടെ ഈ പ്രാർത്ഥനകളെ ദൈവാത്മാവ് ഡീവിയേറ്റ് ചെയ്ത് വിടും ചില മേഖലകളിൽ. പിന്നീട് നമ്മൾ മനസ്സിലാകും അവിടെ പ്രാർത്ഥന ആവശ്യമായിരുന്നു. കണ്ടോ, അതാണ് ബലഹീനതകൾക്ക് തുണ നിൽക്കുന്നു. അടുത്തത്, ദൈവഹിതപ്രകാരം ആത്മാവ് പക്ഷപാതം ചെയ്യുന്നത് കൊണ്ട് ആത്മാവിൻ്റെ ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആത്മാവിനാൽ നടത്തപ്പെടുന്ന ഒരു വ്യക്തി ദൈവഹിതത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കും. അതായത്
ദൈവഹിതം പരിശുദ്ധാത്മാവ് ആ വ്യക്തിക്ക് തെളിയിച്ചു കൊടുത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഹിതങ്ങളെ മാറ്റി ദൈവഹിതത്തിലേക്ക് മാറും. ഈ ദൈവഹിതത്തെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ ശുശ്രൂഷകളിൽ പോലും നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു ദൈവഹിതത്തിൻ്റെ പാതയുണ്ട് ഇല്ലേ? ആസിയയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പൗലോസിനോട് ആത്മാവ് പറഞ്ഞു. പിന്നീട് മറ്റു പല സ്ഥലങ്ങളിലേക്ക് പോയി. മൂസ്യ കടന്ന് ത്രോവാസിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുന്നു, ഗലാത്തിയിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെയാണല്ലോ ആ ഭാഗത്ത് എഴുതിയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി 16:6 തോന്നുന്നു. അതെ, ആ ഭാഗത്താണ്. അപ്പം അവിടെ എഴുതിയിട്ടുണ്ട്. അതായത് പരിശുദ്ധാത്മാവ് ശുശ്രൂഷയെയും ജീവിതത്തെയും ഓരോ ഘട്ടങ്ങളിലും നിയന്ത്രിച്ചു കൊണ്ട് മുമ്പോട്ട് പോയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിജയകരമായി തീരത്തുള്ളൂ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആത്മാവ് നടത്തുന്നതിനെക്കുറിച്ച് 4 അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത്. പാപത്തെ വിജയകരമായി തരണം ചെയ്യാൻ സഹായിക്കുകയാണ്. 2, മൈൻഡ് സെറ്റ് മാറുന്നു, ദൈവമക്കളാണെന്ന് ഉറപ്പ് തരുന്നു. പ്രാർത്ഥനയിൽ നമ്മളെ സഹായിക്കുകയും ദൈവഹിതത്തിൻ്റെ പാതകളിൽ നടത്തുകയും ചെയ്യുന്നു. ഇത് ഈ റോമാലേഖനം 8-ാം അധ്യായം വളരെ ആഴമായ ആത്മീക സന്ദേശങ്ങൾ അടങ്ങിയ മനോഹരമായ ഒരു അധ്യായമാണത്. അത് വായിക്കുക, പഠിക്കുക, ദൈവസന്നിധിയിൽ ധ്യാനത്തോടെ പോവുക, ഒരു സമർപ്പണ ക്രിസ്തീയ ജീവിതത്തിലേക്ക് വരിക, പാപത്തെയൊക്കെ തരണം ചെയ്ത് കർത്താവിന് കൊള്ളാവുന്ന എൻ്റെ ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ലെന്ന് പറഞ്ഞതുപോലെ നമുക്ക് വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ചുകൊണ്ട് ഈ തലമുറയിൽ മുമ്പോട്ട് പോകുവാൻ കർത്താവ് നമ്മളെ ഏവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.